നമസ്കാരം. നാളെ അതായത് മാർച്ച് മാസം 3-ാം തീയതി ലോകത്തെ ഏറ്റവും അധികം സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന ഉത്സവം നടക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായ പൊങ്കാല ദിനം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സ്ത്രീകൾ പൊങ്കാലയിടാനെത്തും. തിരുവനന്തപുരം നഗരം അടിമുടി നിശ്ചലമാകും. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഓരോ കോണുകളിലും പൊങ്കാല അടുപ്പുകൾ ഉയർന്നു വരും. ഇത്രയും വലിയ ഒരു ആഘോഷം ലോകത്ത് തന്നെ സ്ത്രീകളുടേതായി ഉണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ ആ പൊങ്കാലയുടെ മഹത്വം കെടുത്താൻ വൃത്തികെട്ട കമ്മിക്കൂട്ടങ്ങൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ അരനൂറ്റാണ്ട് പൊങ്കാലയുമായി ബന്ധപ്പെട്ട മറ്റുത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നത് CPM-കാരായിരുന്നു. CPM ഭരിക്കുന്ന നഗരസഭയാണ് ഇതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടപാടിൽ അവർ കമ്മീഷനും കൈപ്പറ്റി. 2021 പൊങ്കാല നടക്കാതിരുന്നിട്ടും ശുചീകരണത്തിന് കാശടിച്ചു മറ്റിയ ടീംസാണ് CPM-ൻ്റെ നോർക്കണം. VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ ശ്രദ്ധേയമായ പല പദ്ധതികളും നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നത് കണ്ട് സഹിക്കാനാവാതെ ഇനി ഒരിക്കലും അധികാരം കിട്ടാതെ വന്നേക്കുമെന്ന് ഭയന്ന് ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം വരുന്ന ഇടത് യൂണിയൻ ജീവനക്കാരെ ഉപയോഗിച്ച് പല അട്ടിമറികൾക്കും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മോദി സന്ദർശനത്തിനെത്തിയപ്പോൾ BJP-യുടെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തും അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിഴയടച്ചും കോർപ്പറേഷൻ ജീവനക്കാർ രംഗത്തിറങ്ങിയത് ഈ പകവീട്ടലിൻ്റെ ഭാഗമായിരുന്നു. അത്തരത്തിൽ പകവീട്ടലിൻ്റെ രാഷ്ട്രീയവുമായി പൊങ്കാലയെ അട്ടിമറിക്കാനാണ് ഇക്കൂട്ടർ നീക്കം നടത്തുന്നത്. അതിൻ്റെ ഭാഗമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണം അവതാളത്തിലാണ്. ഇതുവരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന കുടിവെള്ള വിതരണത്തെ അട്ടിമറിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസമായി കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. അങ്ങനെ കുടിവെള്ളമില്ലാതെ ഭക്തരെ വലയ്ക്കാൻ, കുടിവെള്ള പ്രതിസന്ധിയെ അതിജീവിക്കാനാവാതെ കോർപ്പറേഷന് മേലുള്ള ജനങ്ങളുടെ ഇഷ്ടമില്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നത് തിരിച്ചറിഞ്ഞ് മേയർ VV രാജേഷ് മന്ത്രിക്ക് വിശദമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് മറ്റൊരു അട്ടിമറി നീക്കവുമായി CPM സംഘങ്ങൾ രംഗത്തെത്തിയത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവരെ കൊണ്ടുവരുന്ന പുരുഷന്മാരൊക്കെയായി തിരുവനന്തപുരം നഗരം മുഴുവൻ ശ്വാസം മുട്ടുന്ന ദിനമാണ്. നാടുനീളെ അടുപ്പുകൾ ഉയരും. ഈ അടുപ്പുകളും അവർ തീ കത്തിച്ചതിൻ്റെ അവശിഷ്ടമായി വരുന്ന കറ്റയും ചാരവുമൊക്കെ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ നഗര ശുചീകരണം ഒരു വലിയ വെല്ലുവിളിയാണ്. നഗരസഭയിലെ ജീവനക്കാർ, പ്രത്യേകിച്ച് ശുചീകരണ ജീവനക്കാർ അത്യധ്വാനം ചെയ്താണ് ആ ദിവസം തന്നെ എല്ലാം ശരിയാക്കിയെടുക്കുന്നത്. ഇക്കുറി അത് അട്ടിമറിക്കാനും ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെട്ടതോടെ നഗരം കുളമായി എന്ന് സ്ഥാപിക്കാനും ചില ഗൂഢാലോചനകൾ അവർ നടത്തി. അതിൻ്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികളെ സ്വാധീനിച്ച് അവധിയെടുപ്പിക്കാനും അവരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽപ്പിക്കാനുമുള്ള നീക്കം ശക്തമാക്കി. ഇത് പണിയാകുമെന്ന് BJP-ക്കും മേയർക്കും കൃത്യമായി പിടികിട്ടി. കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നത് പോലെ തന്നെ ശുചീകരണവും അട്ടിമറിച്ചാൽ നഗരസഭയുടെ ഇമേജിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ പരസ്യമായി പുറത്ത് പറയുന്നില്ലെങ്കിലും മേയർ VV രാജേഷിൻ്റെ നിർദ്ദേശാനുസരണം അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ താൽക്കാലിക റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നു. ഒരു ദിവസത്തേക്ക് മാത്രം നഗര ശുചീകരണത്തിന് വേണ്ടി ആളെ എടുക്കുകയാണ്. 2000-ലധികം ആളുകളെയാണ് അങ്ങനെ ഒരു ദിവസത്തെ കോൺട്രാക്ട് ജോലിക്ക് എടുക്കുന്നത്. മാത്രമല്ല, CPM-ൻ്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജീവനക്കാർ അട്ടിമറിക്കിറങ്ങിയാൽ എല്ലാം പ്രതിസന്ധിയിലാകുന്നത് അവസാനിപ്പിക്കാൻ ഏതാണ്ട് 5000-ഓളം വരുന്ന RSSൻ്റെ ഭാഗമായ സേവാഭാരതി വോളണ്ടിയർമാർ പരിശീലനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നഗരത്തിൽ മഴ പെയ്ത് മാലിന്യം അടിഞ്ഞുകൂടിയപ്പോൾ സേവാഭാരതി പ്രവർത്തകരാണ് രംഗത്തിറങ്ങി അത് ശുചീകരിച്ചത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ കൈകാര്യം ചെയ്യാൻ ഏതാണ്ട് 5000-ഓളം RSS പ്രവർത്തകരെ, സേവാഭാരതി പ്രവർത്തകരെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മേയറും BJP-യും. എന്ന് വെച്ചാൽ CPM-ൻ്റെ അട്ടിമറിയെ മറുപണി കൊണ്ട് നേരിട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭംഗിയായി പൊങ്കാല പൂർത്തിയാക്കാനുള്ള നീക്കമാണ് മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും ശുചീകരണ പ്രശ്നം പരിഹരിക്കാനും എന്തു നീക്കമാണ് നടത്തുന്നത് എന്ന് രാജേഷിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക. നമസ്കാരം രാജേഷ്, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? നമസ്കാരം. പൊങ്കാലയുടെ തയ്യാറെടുപ്പുകളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനകത്ത് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ അവിടെയും മറ്റും, പ്രത്യേകിച്ച് ഈ മണക്കാട് ഭാഗത്തൊക്കെ കുടിവെള്ളം കിട്ടാതെ വരുന്ന പ്രശ്നം ഉണ്ടല്ലോ, അതെങ്ങനെ പരിഹരിക്കും ഈ സമയത്ത്? അതായത് ഒരു 1.5 മാസം മുമ്പ് ആദ്യം കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ട സമയത്ത് തന്നെ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേരുകയും കുടിവെള്ള ക്ഷാമമുള്ള 43 വാർഡുകളിലെ കൗൺസിലർമാർ വന്ന് അവരവരുടെ വാർഡുകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവരത് നോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു.
അപ്പോൾ അത് കൗൺസിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം തന്നെ യോഗം വിളിച്ചത്. അതിൽ 7 വാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ഒരാഴ്ചക്കകം 3 ദിവസത്തിനും പരിഹരിക്കാമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ പോയത്. അപ്പോൾ അവിടെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങൾ, ചന്തവിള ഭാഗത്തൊക്കെ തന്നെ ബൂസ്റ്റർ പമ്പ് വെച്ചാൽ പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണമായുള്ള ചെലവ് കോർപ്പറേഷൻ നിർവഹിക്കാം, എന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അറിയിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിനനുസരിച്ചുള്ള നടപടികളൊന്നും അവർ പിന്നീട് ചെയ്തില്ല. അതിനുശേഷം കുടിവെള്ള ക്ഷാമം രൂക്ഷമാവുകയായിരുന്നു. അപ്പോഴും നമുക്കിപ്പോ കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത്, കോർപ്പറേഷൻ എവിടെയെങ്കിലും ഇടപെട്ട് സാമ്പത്തികം ചെലവാക്കണമെങ്കിൽ ചെലവാക്കാം, മറ്റു കാര്യങ്ങൾ സഹായിക്കാനേ സാധിക്കുകയുള്ളൂ. ഈ വെള്ളം അരുവിക്കരയിൽ നിന്നും കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് വെൻഡിങ് പോയിന്റുകളിൽ എത്തിച്ച് അവിടെ നിന്ന് ടാങ്കറുകളെല്ലാം കൊടുക്കേണ്ടത് അവിടെ നിന്ന് കൊടുക്കുകയും ബാക്കി പൈപ്പിലൂടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മെക്കാനിസവും പൂർണ്ണമായിട്ടും വാട്ടർ അതോറിറ്റിയുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവർ പറയുന്ന അനുസരിച്ച് സഹായിക്കാൻ മാത്രമേ കോർപ്പറേഷൻ സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും സാമ്പത്തികം ആവശ്യമാണ് ഞങ്ങൾ ചെലവാക്കാന്ന് പറഞ്ഞപ്പോൾ ബൂസ്റ്റർ പമ്പിന്റെ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം എസ്റ്റിമേറ്റോ കണക്കോ ഒന്നും എടുത്ത് മുന്നോട്ട് പോയില്ല. അതിനുശേഷം വീണ്ടും കുടിവെള്ള ക്ഷാമം രൂക്ഷമായപ്പോൾ പലതരത്തിൽ ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേർന്നു. ആറ്റുകാലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പോയതിനു ശേഷം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കൌൺസിലർമാരും ഒക്കെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും കൂടി ഇരുന്ന് അവിടെയും ചർച്ച ചെയ്ത് 2 ദിവസത്തിനും പരിഹരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ കുറച്ചൊക്കെ അവർക്ക് പരിഹരിക്കാൻ സാധിച്ചു, എന്നാൽ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചില്ല. അവർ പറയുന്നത് പണി നടത്തിയപ്പോൾ എയർ ബ്ലോക്ക് എന്താണ് പ്രശ്നമെന്നാണ്. പക്ഷേ അത് ജനങ്ങളോട് പറഞ്ഞാൽ വെള്ളത്തിന് പകരം ആവുകയില്ലല്ലോ. എന്നാലും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. കത്ത് കൊടുത്തത് എന്തിനാ മന്ത്രിക്ക്? കത്ത് കൊടുത്തത് വെള്ളയമ്പലത്ത് ഒരു ദിവസം 3 മണിക്കൂർ വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചു എന്നുള്ളൊരു വിവരമുണ്ട്. അത് എന്നെ കുറിച്ച് വസ്തുത, യഥാർത്ഥ വസ്തുത ജല അതോറിറ്റി, വാട്ടർ അതോറിറ്റി അന്വേഷിച്ച് പരിഹരിക്കേണ്ടതാണ്. അട്ടിമറിയാണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ വാക്കിൽ പറഞ്ഞത്. അത് വാട്ടർ അതോറിറ്റി അന്വേഷിച്ച് അതിന് ഉത്തരം തരേണ്ടതാണ്. അങ്ങനെ വന്നപ്പോഴാണ് എയർ ബ്ലോക്ക് കൂടിയതെന്നും ആ എയർ ബ്ലോക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്നുമാണ് മനസ്സിലായിട്ടുള്ളത്. അതെന്തായാലും വാട്ടർ അതോറിറ്റി അന്വേഷിക്കുന്നത്. ഞാൻ ആ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ പോലീസ് സർവൈലൻസിൽ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലീസിന്റെ സഹായം തേടണമെന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മേയർ എന്നുള്ള നിലയ്ക്ക് അത് ജലസേചന വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബദൽ സംവിധാനം എന്തോ ഒരുക്കിയിരിക്കുന്നത് ഇപ്പം? ഞങ്ങൾ 60 ടാങ്കറുകൾ കോർപ്പറേഷൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ ടാങ്കറുകൾ ആറ്റുകാൽ പൊങ്കാല സമയത്തും വെള്ളക്ഷാമം പരിഹരിക്കപ്പെടുന്നതുവരെ അവർക്ക് ഉപയോഗിക്കാം. അത് കോർപ്പറേഷൻ സൗജന്യമായിട്ടാണ്. ടാങ്കറും നിറയെ വെള്ളവും കൊടുക്കും. വെള്ളം തീരുമ്പോൾ അവർക്ക് വെൻഡിംഗ് പോയിന്റുകളിൽ നിന്ന് എടുക്കാം. 3 വെൻഡിംഗ് പോയിന്റുകൾ ഇപ്പൊ തയ്യാറാക്കിയിട്ടുണ്ട്, ഐരാണിമുട്ടവും വെള്ളയമ്പലവും PTPയും. അപ്പോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ട മൈതാനത്തിൽ വെച്ച് ഈ 60 ടാങ്കറുകളും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് കൈമാറിയിട്ടുണ്ട്. കൌൺസിലർമാരുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഒരു വാർഡിന് പൂർണ്ണമായ ഒരു ടാങ്കർ ഉപയോഗിക്കുക. അതൊരു പുറത്തോട്ട് വിടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകെ 137 ടാങ്കറുകൾ ഇപ്പൊ കോർപ്പറേഷന്റെ ചെലവിൽ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സിറ്റിയുടെ പല ഭാഗത്തും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 60 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് വലിയ വാട്ടർ ടാങ്കുകൾ വെച്ചിട്ട് ആ ടാങ്കുകൾ വെള്ളം എപ്പോഴും നിറച്ചുകൊണ്ടേയിരിക്കും. ആവശ്യക്കാർക്ക് അവിടെ നിന്നെടുക്കാം. ഈ ടാങ്കറുകളുടെ എണ്ണം കൂടുതൽ വേണമെന്ന് വാർഡുകളിൽ നിന്നും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ ആ ടാങ്കറുകൾ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു 50, 60, 100 ടാങ്കറുകൾ ഞങ്ങളുടെ ക്യൂവിലുണ്ട്. എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് വിളിക്കാൻ കണക്കുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ശുചീകരണത്തില് ചില അവരെന്തോ അട്ടിമറിക്കൊരു നീക്കം ഉണ്ടെന്നൊരു സൂചന കിട്ടുന്നു. എന്ത് പറയുന്നു? 2680 തൊഴിലാളികൾ, ഏകദേശം ചെറിയ കണക്കിൽ ചെറിയ വ്യത്യാസം വരും. ആവശ്യമനുസരിച്ച് ഞങ്ങൾ കുറച്ച് കൂടും, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളില്ലെങ്കിൽ കുറയും. ആ നമ്പർ തൊഴിലാളി ഇപ്പൊ 2680 ഇപ്പൊ ഞങ്ങൾ കണക്കൂട്ടിയിട്ടുള്ളത്. തൊഴിലാളികളെ പൊങ്കാല ദിവസം ഉച്ചയ്ക്ക് ഒരു 1 മണി മുതൽ ഈ നഗരം ശുചിയാക്കി തീരുന്നതുവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഹയർ ചെയ്തിട്ടുണ്ട്. അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സർക്കിൾ ബേസിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 880-നും 1000-നും തൊഴിലാളികൾ കോർപ്പറേഷന്റേതായ ശുചീകരണ തൊഴിലാളികളുണ്ട്. അപ്പോൾ ഒരു 3500 തൊഴിലാളികൾ പൊങ്കാല കഴിയുന്ന നിമിഷം തന്നെ പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് രംഗത്തിറങ്ങും. ഈ ശുചീകരണം തീരുന്നവരെ ഉണ്ടാവും. ഇതിന് മുൻപുള്ള ക്ലീനിങ് പ്രോസസ്സ് കൃത്യമായിട്ട് കോർപ്പറേഷന്റെ തന്നെ ശുചീകരണ തൊഴിലാളികൾ നഗരം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ പൊങ്കാല കഴിഞ്ഞിട്ട് ക്ലീനിങ് ആരംഭിച്ചാൽ മേയറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോർപ്പറേഷൻ സെക്രട്ടറിയും ആറ്റുകാൽ പരിസരത്ത് നിന്ന് ക്ലീനിങ്ങിന് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ ഓരോരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇന്ന് രാവിലെ 10 മണിക്ക് ഓഫീസിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് അവരെവിടെയൊക്കെയാണ് സ്റ്റാച്യു, സ്റ്റാച്യു, അതുപോലെ തന്നെ തമ്പാനൂര്, കിഴക്കേക്കോട്ട, പിന്നെ കരമന, മണക്കാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ കോർഡിനേറ്റ് ചെയ്ത്
ക്ലീനിംഗ് പൂർത്തിയാകുന്നതുവരെ, അവസാന തൊഴിലാളിയും ഫീൽഡിൽ നിന്നും പിരിഞ്ഞു പോകുന്നതുവരെ മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിലുണ്ടാകും. കോർപ്പറേഷൻ സെക്രട്ടറി, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ഫീൽഡിലുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. സേവാഭാരതി ഉണ്ടാവുമോ? സേവാഭാരതിയുടെ പ്രവർത്തകർ, സേവാഭാരതിയെയും പ്രധാനമായും പിന്നെ പല സന്നദ്ധ സംഘടനകളും ഇക്കാര്യങ്ങളിൽ സഹായിക്കാം എന്ന് പറഞ്ഞ് അവർക്കും പ്രവർത്തനത്തിൽ തയ്യാറാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് സേവാഭാരതി 5000 പ്രവർത്തകരെ, അവരുടെ പ്രവർത്തകരെ 100 കേന്ദ്രങ്ങൾ വിന്യസിച്ചുകൊണ്ട് നന്നായി നഗരം ശുചീകരിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ തൊഴിലാളികളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊങ്കാലയ്ക്ക് ശേഷവും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവർ തയ്യാറായിട്ട് അവർ തന്നെ പ്രാദേശികമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സേവാഭാരതി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മറ്റു പല സന്നദ്ധ സംഘടനകളും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ നഗരത്തോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന് ഈ പ്രക്രിയയിൽ പങ്കാളികളാവുന്നതാണ്. ശരി, താങ്ക് യു.